അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഞങ്ങളുടെ വീട്ടിൽ സെറ്റ് ചെയ്തിരിക്കുന്ന നമ്മുടെ ക്രിസ്മസ് കൂടാണിത്. അപ്പോൾ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാട്ടത്തെ എല്ലാ മൃഗങ്ങളും ഉണ്ടെന്നൊന്നും പറയുന്നില്ല. കുറച്ച് കുറച്ച് മൃഗങ്ങൾ, ആന, കുതിര, ജിറാഫ്, അങ്ങനെ ഒട്ടനവധി മൃഗങ്ങളുടെ കുറച്ച് കൊച്ചു കൊച്ചു സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൽ പുല്ലെന്ന് പറഞ്ഞത് നമ്മൾ തന്നെ വിത്ത് പാകിയിട്ട് മുളപ്പിച്ചിരിക്കുന്ന പുല്ലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പുൽക്കൂട്ടിൽ കിടത്തിയിരിക്കുന്ന നമ്മുടെ ഉണ്ണേഷിനെയും ഡെയിംസിനെയും, പിന്നെ ആന, കുതിര, ജിറാഫ്, അങ്ങനെ ഒരുപാട് മൃഗങ്ങളിലേക്ക് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ സുബിയും അമ്മും പിള്ളേരും എല്ലാവരും വന്നത്. കൂടിൻ്റെ ഉള്ളാണ് പശു പൂച്ചറ കുറവുണ്ട്. എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ സംസാരിച്ച് നിൽക്കുമ്പോഴാണ് നമ്മുടെ കൊട്ടിൻ്റെ കരോളിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ കേട്ടത്. അങ്ങനെ നമ്മുടെ കൊട്ടും കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിലെത്തി. കൊട്ടും കാര്യങ്ങളൊക്കെ ആസ്വദിച്ചതിന് ശേഷം അപ്പൂപ്പൻ്റെ മാസ്ക് മാറ്റി തലയിലൊന്നും ഇട്ടു. എന്നിട്ട് അതും മാറ്റി വെച്ചിട്ട് നമ്മുടെ അപ്പൂപ്പനെ അടുത്തേക്ക് വിളിച്ചിട്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത്. കരോളിന് വന്നിരിക്കുന്ന വേറെ ആരുമല്ല, അതൊക്കെ നമ്മുടെ നാട്ടിൽ നമ്മുടെ അനിയന്മാർ തന്നെയാണ്. അപ്പോൾ എല്ലാവരിനെ കൊണ്ടും ഹാപ്പി ക്രിസ്മസും പറഞ്ഞ് അവരെയും കൂടി യാത്രയാക്കി. പിന്നെ അതിനുശേഷം നമ്മുടെ വാവക്കുട്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വാവക്കുട്ടീനെയും കാര്യങ്ങളിലൊക്കെ കുറച്ച് നേരം ഇങ്ങനെ എടുത്ത് കളിപ്പിച്ചുകൊണ്ടിരുന്നു. അവൾക്കാണെന്നുണ്ടെങ്കിൽ എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളും. പിന്നെ നമ്മൾ കൊട്ട് വരുമ്പോഴൊക്കെ ഉണ്ണി കരയെന്നൊക്കെ വിചാരിച്ചു, പക്ഷേ കരച്ചിലൊന്നും ഉണ്ടായിരുന്നില്ല. കൊട്ടിൻ്റെ ഇടയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഉണ്ണി അവിടെ കിടന്നിട്ട് വൈബ് അടിച്ചിട്ട് ചാടി കളിക്കുകയായിരുന്നു. അപ്പോൾ ഈസക്കുട്ടിനെ മാറി മാറി ഓരോരുത്തരായിട്ട് എടുത്തുകൊണ്ടിരുന്നിട്ട് നമ്മളെല്ലാവരും കൂടി അവളെ കളിപ്പിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ അവളെ കളിപ്പിച്ചുകൊണ്ടിരുന്നത് കൊണ്ട് തന്നെ സമയം പോയതും കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ സമയം ഓവർനൈറ്റ് ആയി കഴിഞ്ഞപ്പോൾ എല്ലാവരിനെ കൊണ്ടും നമ്മൾ ഹാപ്പി ക്രിസ്മസും പറഞ്ഞ് എല്ലാവരും അവരവൻ്റെ വീട്ടിലേക്ക് പോയി. അടുത്ത ദിവസം അങ്കലവാടിയിൽ കേക്ക് മുറിക്കലുണ്ടായിരുന്നു. അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്വത്തും ആളക്കുട്ടിയും കൊണ്ട് റെഡിയായി. നമ്മുടെ സ്വത്തും ആളും കൂടിയിട്ട് വീട്ടിൻ്റെ പുറത്ത് കുറച്ച് നേരം കളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നേരെ അങ്കലവാടിക്ക് പോയി. അവിടെ കേക്ക് മുറിക്കാൻ സമയമുണ്ടായിരുന്നു. അപ്പോൾ ടീച്ചർ അവിടെ നിന്ന് കേക്ക് മുറിച്ചിട്ട് എല്ലാ ഉണ്ണികൾക്കും ഓരോ കഷ്ണം കൊടുത്ത് അവരവിടെ ഇരുന്നിട്ട് പതുക്കെ ഇരുന്ന് കഴിച്ച് അങ്ങനെ നമ്മുടെ കുഞ്ഞാവകൾ ഹാപ്പി ക്രിസ്മസ് പറഞ്ഞ് ഹാപ്പി ആയിട്ട് അവിടെ കുറേ നേരം ടൈമൊക്കെ സ്പെൻഡ് ചെയ്തു. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ദിന ആശംസകൾ. പിന്നെ നമ്മുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞ് പറഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി നോക്കുക, ലൈക്ക് അടിക്കാൻ വേണ്ടി നോക്കുക. അപ്പോൾ ടാറ്റ, ബൈ ബൈ, സീ യു.